സിനി ലഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു ത്രില്ലർ ചിത്രം ഇറങ്ങിയാൽ നമ്മൾ ആദ്യം ചോദിക്കുക രാക്ഷസൻ്റെ അത്ര ഉണ്ടോ എന്നതായിരിക്കും. ഒരു പക്ഷേ രാക്ഷസൻ ത്രില്ലർ ചിത്രങ്ങളുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറിയത് കൊണ്ടാവണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആക്ഷൻ സിനിമകൾ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വയലൻസ് നിറഞ്ഞ പടങ്ങൾ ഇറങ്ങിയാൽ നമ്മൾ ആദ്യം ചോദിക്കാൻ പോവുക മാർക്കോയിൻ്റെ അത്ര ഉണ്ടാവുമോ എന്നതായിരിക്കും. അങ്ങനെ 2025 തുടക്കത്തിൽ ബോളിവുഡിൽ നിന്നും വയലൻസ് ചിത്രം എന്ന ലേബലിൽ ഒരു ചിത്രം കൂടെ റിലീസായിട്ടുണ്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും 10 എന്ന് പറയുന്ന ആ ചിത്രത്തെക്കുറിച്ചാണ്. ഓരോ സമയത്തും ഓരോ ട്രെൻഡ് മറ്റെന്നതുപോലെ സിനിമയിൽ സംഭവിക്കാറുണ്ട്. അതുപോലെയാണ് ഇനി വയലൻസ് ചിത്രങ്ങളുടെ കാര്യത്തിലേക്ക് വരുന്നത് എന്ന് തോന്നുന്നു. കാരണം ഇനി ഒരു വയലൻസ് ചിത്രം എടുക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ത്രില്ലർ ചിത്രമാണെങ്കിൽ രാക്ഷസന്റെ മുന്നിൽ എത്തിച്ചാലേ അവർക്ക് എന്തെങ്കിലും ഒരു പേര് കിട്ടുള്ളൂ. അതുപോലെയാണ് ഇനി എന്തെങ്കിലും വയലൻസ് ചിത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മാർക്കോയ്ക്ക് മുകളിൽ എത്തിയാലേ എടുക്കുന്നവർക്കൊരു സമാധാനം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ്. അതിനുവേണ്ടി ശ്രമിച്ച ഒരു ചിത്രമായിട്ടാണ് 10 തോന്നുന്നത്. ചിത്രത്തിലേക്ക് വന്നാൽ കേട്ടുമടുത്ത കഥയെ മാർക്കോയെ വെല്ലുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ടാണ് തോന്നിയത്. അതായത് വയലൻസ് കൊണ്ട് മാർക്കോയെ തോൽപ്പിക്കുക. പക്ഷെ എന്താ പറയാ, ഉന്നാൽ മുടിയാതെ തമ്പി. ചിത്രത്തിലേക്ക് വന്നാൽ പഞ്ചാബിൻ്റെ ഒരു ഉൾഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടി ഒരു ഫാമൊക്കെ ആയിട്ട് ജീവിക്കുന്ന നായകൻ ജീവിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. അവിടെ ഒരു അമ്മയും ഒരു മകളും. അങ്ങനെ ആ വീട്ടിലെ മകള് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടുന്നതും ആ പെണ്ണിനെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നീട് നായകൻ ആ പെൺകുട്ടിയെ തിരഞ്ഞിറങ്ങുന്നതുമാണ് സിനിമയുടെ പ്രമേയം. കേട്ടുമടുത്ത പാറ്റേണാണ്. അതിൻ്റെ കൂടെ കേട്ടുമടുത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ നായകൻ്റെ പാസ്റ്റ്. ഇത്ര ഒരു സിനിമയിലും അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അങ്ങനെ ഭീകരമായ പാസ്റ്റുള്ള നായകൻ അവളെ തേടി ഇറങ്ങുകയാണ്. ഒന്നിനോടും ഭയമില്ലാത്ത നായകൻ എന്ന് വേണം പറയാൻ. ചിലർ മഹേഷ് ബാബുവിനെ വെച്ച് കളിയാക്കുന്നത് കാണാം, മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാത്ത ഒരു നടനെന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ചേരുന്നത് ഈ സിനിമയിലെ നായകനായിരിക്കും. അതും ഇനി എല്ലാ ഇമോഷനിലും ആറ്റിറ്റ്യൂഡ് പിടിച്ച് നിന്നതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ 15 മിനിറ്റിൽ തീരേണ്ട കഥയാണ് അവർ വലിച്ചു നീട്ടി 2.5 മണിക്കൂറിന് മേലെ എത്തിച്ചത്. ചിത്രത്തിന്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടവർക്കറിയാം, അതിലാകെ കാണിച്ചിരിക്കുന്നത് ഒരു ആക്ഷൻ സീക്വൻസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പടം മൊത്തം ആക്ഷൻ ആയിരിക്കും, വെട്ടും കുത്തും കൊലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ച് സിനിമയെ സമീപിക്കുമ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് ക്ലൈമാക്സ് ഫൈറ്റ് കാണിക്കും. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ഫൈറ്റ്. എന്നിട്ട് ഇൻ്റർവെൽ ആകുമ്പോൾ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾക്കൊരു ബ്രേക്കിൻ്റെ അത്യാവശ്യമാണ്, കാരണം ഇനി വരെ പോകുന്ന യുദ്ധം എന്ന് ഇംഗ്ലീഷിൽ കാണിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം കിട്ടുമെന്ന്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ ക്ലൈമാക്സ് എത്തുമ്പോൾ എന്താണോ നമ്മൾ ആനിമലിൽ കണ്ടത് അത് നേരെ എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. അതായത് ആനിമലിൻ്റെ ഇൻ്റർവെൽ ഫൈറ്റ് അവരെടുത്ത് ക്ലൈമാക്സ് ഫൈറ്റ് ആകുന്നു. ചിത്രം പറഞ്ഞു പോകുന്നത് സൈബർ ക്രൈമിനെ കുറിച്ചാണ്. ഓൺലൈൻ തട്ടിപ്പും ഓൺലൈൻ ലോൺ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം. ഈ ഒരു പ്രമേയത്തെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എടുത്തു പറയേണ്ടത് ചില ട്രാൻസിഷൻസ് ഒക്കെ ചിത്രത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ വളരെ മനോഹരമായി തന്നെയായിരുന്നു. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. മ്യൂസിക്കിലേക്ക് വന്നാലും തരക്കേടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഫുൾ ടൈം 10 എന്ന് തന്നെയായിരുന്നു മ്യൂസിക്കും. ഒരേ ടോണിൽ ഇങ്ങനെ ഇപ്പം പൊട്ടു എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ക്ലൈമാക്സ് പൊട്ടിപ്പോൾ ചീറ്റി പോവുകയും ചെയ്തു. ആരെയും തോൽപ്പിക്കാൻ വേണ്ടി സിനിമ ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും ആ സിനിമ നന്നായിട്ട് വരിക. വയലൻസ് പടങ്ങൾ ഇനി എന്താണെങ്കിലും വരും. അവരെല്ലാം ഇനി ചിന്തിക്കാൻ പോകുന്നതും മാർക്കോയെ തോൽപ്പിക്കുക എന്ന് തന്നെയായിരിക്കും. കണ്ടു തന്നെ അറിയാം മാർക്കോ തോൽക്കോ ഇല്ലയോ എന്നതൊക്കെ. അങ്ങനെ ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ നോക്കിയും കണ്ടും പോയി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.